സ്നേഹാദരണീയനായ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ ജനകീയനായ പ്രസിഡന്റ് മാന്യ സ്നേഹിതൻ സുബ്ബണ്ണാഴ്വ അവരുടെ ഈ വികസന സെമിനാറിൽ അധ്യക്ഷം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയന്തി മാഡം, ഇവിടെ സന്നിഹിതരായ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യം എന്നുള്ളതാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഓജസ്സും തേജസ്സുമാണ് ജനകീയ സഭകൾ അഥവാ താഴേക്കടയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്തുകൾ. നമ്മുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ആണ്. ജനാധിപത്യത്തിനെ കാര്യക്ഷമമാക്കുന്നതിൽ ഇത്തരം സഭകൾക്കുള്ള പ്രാധാന്യവും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കൂടിയ ഈ വികസന സെമിനാർ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തെ നിർണ്ണയിക്കുന്ന സെമിനാറാണ്. നമ്മുടെ നാട്ടിൽ എന്ത് വികസനം നടക്കണം, എന്ത് നടക്കണ്ട, നമ്മുടെ വികസനം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന സെമിനാറാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓരോ വിഷയങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുവാൻ വേണ്ടിയാണ് വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഗ്രാമസഭകൾ, അത് കഴിഞ്ഞ് വികസന സെമിനാറുകൾ, ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ കാലാകാലങ്ങളായി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ അവസാനത്തെ വികസന സെമിനാർ ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭരണസമിതി 14-12 വർഷം നീണ്ട ഭരണം നടത്തിയ ചരിത്രം കേരള സംസ്ഥാനത്തുണ്ട്. അങ്ങനെയായാൽ ഒരുപക്ഷെ വീണ്ടും എത്രയോ വികസന സെമിനാറുകൾ അഭിസംബോധന ചെയ്യേണ്ടതായി വരും ഇവിടെയുള്ള ഭരണസമിതിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കാലാകാലങ്ങളിൽ ഭരണ മാറ്റങ്ങൾ അനിവാര്യമാണ്. തീർച്ചയായിട്ടും സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ നമ്മെ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷം മുമ്പ് ജനകീയ കോടതിയിൽ വിചാരണ നേരിട്ട് വിജയിച്ചവരാണ്. ഇനി വീണ്ടും 6 മാസം കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പുമായി വരും. അതോടുകൂടി വീണ്ടും ജനപ്രതിനിധികൾ ജനകീയ കോടതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നത് ഒരിക്കലും വ്യക്തമായ നിർവചനം നൽകിയിട്ടില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ എൻ്റെ ഗുരുനാഥനായ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ മെമ്പർ, പ്രഗത്ഭൻ, എല്ലാ വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ശ്രീമാൻ ശങ്കർ മാഷ് ഉള്ളത് ഇരിക്കുമ്പോൾ പറയുന്നത് ഒരു പരിമിതിയുമുണ്ട്. ഏതായാലും ആരാണ് ജനപ്രതിനിധി എന്നൊരു ചോദ്യം ഒരിക്കൽ വിശ്വവിഖ്യാതമായ അംബേദ്കറിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളോട് സംവദിച്ച സമയത്ത് അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച്, ജനങ്ങളുടെ കാര്യങ്ങൾ പഠിച്ച്, അവ അന്വേഷിച്ച്, ജനാധിപത്യ സഭകളിൽ അവതരിപ്പിച്ച്, അവ നേടിയെടുത്ത് ജനങ്ങൾക്ക് അവ എത്തിച്ചു കൊടുക്കുന്ന ഏതാണോ ജനപ്രതിനിധി, അതിൽ ആരാണോ വിജയിക്കുന്നത് അവരാണ് ജനപ്രതിനിധി എന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 4.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ജനങ്ങൾ ജനപ്രതിനിധികൾ അർപ്പിച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വിശ്വാസം
എത്രത്തോളം ജനപ്രതിനിധികൾക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ അതോടൊപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ജനപ്രതിനിധികൾക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ എത്രത്തോളം അവരോടൊപ്പം സഹകരിച്ചു പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മളും ഒന്നും കൂടി സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട അവസരവും കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും മറുപടി പറയേണ്ടവർ ജനപ്രതിനിധികൾ എന്നുള്ളതാണ്. എന്ത് കുറ്റം വന്നാലും അവരുടെ പാപഭാരം ജനപ്രതിനിധികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം. ഇവിടെ കല്യാണ വീട്ടിൽ കുറ്റം പറയാൻ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതും ജനപ്രതിനിധിയായിരിക്കും. മരണ വീട്ടിൽ കുറ്റം പറയാൻ അതും ജനപ്രതിനിധിയായിരിക്കും. എന്ത് വിഷയം വന്നാലും, നായ ചത്താൽ, എവിടെയെങ്കിലും ഒരു വാഹനം തട്ടി പശു ചത്താൽ അപ്പോൾ വിളിക്കുന്ന ഒരു ഫോൺ കോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ആയിരിക്കും. ഏതെങ്കിലും കല്യാണത്തിന് കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ കണ്ടില്ലേ നമ്മുടെ മെമ്പറുടെ അഹങ്കാരം, നമ്മുടെ പ്രസിഡന്റിന്റെ അഹങ്കാരം. കല്യാണത്തിന് മാത്രം പോരാ, കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഈ പ്രസിഡന്റിനും മെമ്പറിനും സാധിക്കാറ്? അതുകൊണ്ട് ഇനി മരണ വീട്ടിൽ സംബന്ധിച്ചാൽ പോരാ, ആ ശവസംസ്കാര ചടങ്ങിൽ മൊത്തം സംബന്ധിച്ചില്ലെങ്കിൽ അവിടെയും വിമർശിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ. ഞാൻ ഒരിക്കലും ജനപ്രതിനിധികൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം, ജനപ്രതിനിധികൾക്കും ഒരു കുടുംബം, അവർക്കുമുണ്ട് വ്യക്തിപരമായ കാരണങ്ങൾ. അവരും നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ്. പക്ഷേ ജനപ്രതിനിധികൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ ജനങ്ങളുടെ സ്വത്തിനും ജനങ്ങൾക്കും ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് നാം. ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ജനാധിപത്യം എത്രയോ യശസ്സിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഓജസ്സും തേജസ്സുമാണ് ഇത്തരം ജനകീയ ആസൂത്രണങ്ങളിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന ജനകീയ സഭകളായ ഗ്രാമസഭ, വികസന സെമിനാർ, അതേപോലെ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ. ഇത് കാര്യക്ഷമമായി നമുക്ക് പ്രവർത്തിക്കാൻ, ഇതിൽ സംബന്ധിക്കാൻ, ഇതിൽ നമ്മുടെ ചർച്ചകളിൽ നമ്മൾ സജീവമായി ഭാഗമാക്കണം. വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രം ചർച്ചകളിൽ സംബന്ധിക്കുന്ന കാഴ്ച, ഇതൊക്കെയും ഗ്രാമസഭകളും വികസന സെമിനാറുകളും ഒരു വഴിപാടുകളും ഒരു മാമൂലുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പലയിടത്തും. ഞാൻ ഇവിടെ നല്ലൊരു ജനക്കൂട്ടത്തെ കാണുന്നു, നല്ലൊരു ആൾക്കൂട്ടത്തെ കാണുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രസിഡന്റ് ഞാൻ കുറഞ്ഞ കാലമായിട്ടുള്ളൂ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാനായിട്ട്. ഞാൻ സംബന്ധിച്ച എല്ലാ പരിപാടിയിലും പ്രത്യേക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡയാലിസിസ് സെന്റർ നടത്തുന്നുണ്ട് മംഗൽപാടി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ. 100ഓളം രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസും ചികിത്സയും അവിടെ നടക്കുന്നുണ്ട്. വർഷം 1 കോടി രൂപയിലധികം അവിടെ ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 7 പഞ്ചായത്തുകളാണ് അതിന്റെ കമ്മിറ്റി, ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ശമ്പളം കൊടുക്കാൻ ചില സാങ്കേതിക കാരണങ്ങൾ ഫണ്ടില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഡയാലിസിസ് രോഗികൾ എന്ന് വെച്ചാൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ കടന്ന് ഒരു നട്ടം തിരിയുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്മാർ ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന ശവശരീരങ്ങളാണെന്ന് പലരും പറയാറുണ്ട് അവരെ കുറിച്ച്. അവർക്ക് നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയില്ല. ഒരു ഭരണസമിതിയുണ്ട്, രാഷ്ട്രീയമുണ്ട് ബോർഡിൽ. അത് നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരമാകുമ്പോഴേക്കും ആ ഫണ്ട് 3 ലക്ഷം രൂപ ഉടനടി അതിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുത്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുവാൻ അവസരമുണ്ടാക്കിയ ആ കിഡ്നി രോഗികളോടൊപ്പം നിന്ന ഈ ഭരണസമിതിയെയാണ് ഞാൻ ആദ്യമായി പ്രശംസിക്കുന്നത്. കാരണം ബ്ലോക്കിന് വേണ്ടി അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ വരവിന് അർത്ഥമുണ്ടാകില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. മറ്റൊന്ന്, കേരളോത്സവം നടന്നു. എപ്പോഴും ബ്ലോക്ക് കേരളോത്സവം നടത്താറുള്ളത് മംഗൽപാടി മഞ്ചേശ്വരത്തിന് മുമ്പ് കുമ്പളയിലൊക്കെ ആയിരുന്നു. കുമ്പള പോകുന്നതിന് മുമ്പ് മജീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദൊക്കെ വാശി പിടിച്ചു ഇപ്രാവശ്യം സമാപനം സീതപുത്തികയിലാകണം. വളരെ ഭംഗിയായി നടത്തി. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കേരളോത്സവം
കേരളോത്സവത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കേരളോത്സവം നടത്തിയത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. അതിന് ആതിഥേയത്വം വഹിച്ചത്, അതിന് നേതൃത്വം നൽകിയത് പുത്തിക പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ്. എത്ര ഭംഗിയായിട്ടുള്ള ഒരു കേരളോത്സവം, എന്ത് ജനപങ്കാളിത്തം. രാത്രി 12 മണിക്കാണ് പരിപാടി അവസാനിച്ചത്. അത് മാത്രമല്ല, ജില്ലാ കേരളോത്സവത്തിൽ കലാപ്രതിഭയായത് ഈ പുത്തിക പഞ്ചായത്തിലെ ഉറുമിയിലെ ഒരു യുവാവാണ്. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. അതും ഈ കേരളോത്സവത്തിലും ഈ പഞ്ചായത്തിനാണ് നമുക്ക് നേട്ടമുണ്ടായത്. ഉറുമിയോ ഊജപതാവുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഭരണസമിതിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗനവാടികൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അംഗനവാടി അത് വലിയൊരു സംവിധാനമാണ്. അതിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല, എത്രയോ പോഷകാഹാരങ്ങൾ, മറ്റുള്ള ഒരുപാട് സംവിധാനങ്ങൾ. ഇതൊക്കെ നടന്നു പോകണമെങ്കിൽ ഈ ഭരണ സംവിധാനം, ജനാധിപത്യത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് പഞ്ചായത്തുകൾ. എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ള ഭരണത്തിന്റെ മർമ്മപ്രധാനമായ യൂണിറ്റും പഞ്ചായത്തുകളാണ്. ഈ ബാലവാടികൾ, അംഗനവാടികൾ ചെയ്യുന്ന സേവനം, ഇതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊക്കെ ഈ സംവിധാനവുമായി പ്രവർത്തിക്കുമ്പോഴും സഹകരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഈ സംവിധാനത്തോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ പറയണം. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ബാലവാടി, അംഗനവാടി, ഈ പഞ്ചായത്ത് വകുപ്പ് ചെയ്യുന്ന സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ആധ്യാത്മിക ഒരു വലിയ സമ്മേളനം നടന്നു, കുംഭമേള. അവിടെ ആ വലിയ സമ്മേളനത്തിൽ നമ്മുടെ ചാനലുകൾ ശ്രദ്ധിച്ചത് മുത്തുമാല വിൽക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചായിരുന്നു. ആ സ്ത്രീ, ചാനലുകൾ മൊത്തവും ആ സ്ത്രീയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമ്മളൊക്കെ അതിനെ വല്ലാത്ത പ്രാധാന്യം നൽകി. പക്ഷേ പത്രക്കാർ ആ സ്ത്രീയെ കണ്ടെത്തി. ആ സ്ത്രീയോട് ഇന്റർവ്യൂ, അഭിമുഖം നടത്തി. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണ്? അപ്പോഴാണ് നമ്മൾ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ചെയ്യുന്ന സേവനം, നമ്മളുടെ സേവനം പാഴായി പോവില്ല. നമ്മൾ അതൊക്കെ ഉദാഹരണം മതി. ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താ? അങ്ങനെ പറഞ്ഞാൽ, ഹിന്ദിയിൽ ആ സ്ത്രീ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്കൂളിൽ പോയില്ലേ? സ്കൂളോ? ആ സ്ത്രീ ചോദിച്ചു, സ്കൂളോ? പത്രക്കാരൻ ചോദിച്ചു, സ്കൂൾ എന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കുക? ഞാൻ നിങ്ങളോട് അഭിമുഖം നടത്തുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിൽ പോവുക? എന്നാൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ജോലി എന്താണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവിന് 24 ഏക്കർ ഭൂവുടമയാണ് എൻ്റെ രക്ഷിതാക്കൾ. നിങ്ങൾ മനസ്സിലാക്കണം, 24 ഏക്കർ ഭൂമിയുള്ള ഒരു വീട്ടിലെ കുട്ടിക്ക് വിദ്യാഭ്യാസം അന്യമായി പോയത് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് സംവിധാനങ്ങൾ അവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു ജീവിത അവസ്ഥ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ വികസന സെമിനാറിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ചയുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരവും കൂടിയാണ്. ഏത് വിഷയത്തിലും കാണിക്കുമ്പോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവർ നോട്ട് ചെയ്യും. റിവിഷൻ അവസരമുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. മറ്റുള്ള പഞ്ചായത്തിന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഇത്തരം സഭകളെ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വികസന സെമിനാറിലൊക്കെ വരേണ്ടത് പഞ്ചായത്തിന്റെ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത് ഷെയറിൽ ഒരുപാട് പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ നിശ്ചിതമായ ഫണ്ടാണ് ഉള്ളത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിനാണെങ്കിൽ ഓൺ ഫണ്ടുണ്ട്, മറ്റുള്ള ഒരുപാട് പ്ലാൻ ഫണ്ടുണ്ട്. ബ്ലോക്കിനൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ലിമിറ്റഡ് ആണ് അതിന്റെ ഫണ്ടുകൾ. ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ രാജ്യസഭ പോലെ ഇങ്ങനെ ഒരു പോക്കാം.
ജനങ്ങളായി നിരന്തരം മറുപടി പറയേണ്ട അവസ്ഥയില്ല. എല്ലാത്തിനും മറുപടി പറയേണ്ടവർ പഞ്ചായത്ത് മെമ്പർമാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. സമയത്തിന്റെ പരിധിയും നന്നായി അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം എല്ലാ പദ്ധതികൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപൂർണ പിന്തുണയും സഹായവും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇവിടെ അവതരിപ്പിച്ച കഴിഞ്ഞകാല പദ്ധതികൾ പ്രസിഡന്റ് സുബ്ബണ്ണ അത് അവതരിപ്പിച്ചപ്പോൾ അതിൽ പല നല്ല നല്ല പരാമർശങ്ങളുണ്ടായി. അത് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് കൊണ്ടായിരിക്കാം. നമ്മളൊക്കെ നീണ്ടകാലം കോളേജ് ക്യാമ്പസിൽ പോയി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് നിരന്തരം വായിച്ച് പരീക്ഷ എഴുതിയവരാണ്. പക്ഷേ അതിനൊക്കെ കവിച്ചു വെക്കുന്ന രീതിയിലായിരുന്നു ആ പദ്ധതി അവതരണം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്താണ് ആദ്യം തുടങ്ങേണ്ടത്? വെള്ളം, വായു, അവസാനം മരിച്ച ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഉള്ള ശവപ്പെട്ടി വരെ പറയുന്ന ഒരു റിപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ബ്ലോക്കിന് വേണ്ടി സൂചിപ്പിക്കണം എന്ന് നിർദ്ദേശമുള്ളതിനാൽ അത് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം ആ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമായിരുന്നു. ഒന്ന്, മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണം എന്നുള്ള പദ്ധതി. സമ്പൂർണ്ണമായി മാലിന്യമുക്തമുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനാണ് നമ്മുടെ പ്രോജക്റ്റിലൊക്കെ മർമ്മപ്രധാനമായ പ്രാധാന്യം നൽകേണ്ടത് മാലിന്യമുക്തമാക്കാനുള്ളതാണ്. അതിന്റെ പദ്ധതികളൊക്കെ ശുചിത്വ മിഷൻ മറ്റുള്ള വിശദീകരിച്ചിട്ടുണ്ടാവും. സമയമില്ല. നിങ്ങൾക്കൊക്കെ കുറെ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. അതൊക്കെ അതിനുള്ള അവസരം മറ്റുള്ള ഒരുപാട് ആളുകൾ ആശംസകൾ അർപ്പിക്കാനുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര സംസ്ഥാന സർക്കാരും 25,000 കോടി രൂപ ജലദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാനത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ജലദൗർബല്യത്തിന് 25,000 കോടി രൂപ മാറ്റിവെച്ചത് കൊണ്ട് നമ്മുടെ ജലക്ഷാമത്തിന് പരിഹാരമാവില്ല. അതുകൊണ്ടുണ്ടാക്കുന്നത് പൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് വെള്ളമുണ്ടായാൽ ജനങ്ങൾക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പൊ ഈ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് FSTP, STP പോലെയുള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കണം. അതിനൊക്കെ ശുചിത്വ മിഷന് ഫണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ലഭിക്കാവുന്നതാണ്. അതിൽ ജനങ്ങൾ മനസ്സ് കാണിക്കണം. FSTP ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഡ്രെയിനേജ് വെള്ളത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് കുടിക്കാൻ പോലും യോഗ്യമാക്കുന്ന രീതിയിൽ വെള്ളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു പ്രശ്നവുമില്ല. എല്ലാ വികസിത രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന സംവിധാനമാണ്. അതിനൊക്കെ നമ്മൾ ശുചിത്വ മിഷന്റെ ക്യാമ്പയിനൊക്കെ ആ കാര്യങ്ങൾ വിശദീകരിക്കും. മറ്റൊന്ന്, കാർഷിക പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. കൃഷിക്കും മർമ്മപ്രധാനമായ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരുപാട് ജോയിന്റ് വെഞ്ചർ പദ്ധതികൾ കാർഷിക മേഖലയിലുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ വികസന സെമിനാറിന് എല്ലാവിധ ഭാവുകളും ആശംസകളും നേരിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.